മോളെ നിഹാരിക, പറഞ്ഞോളൂ അമ്മേ. മോളെ നിന്റെ ഭാവി ഭർത്താവ് മരണത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ അമ്പലത്തിൽ പോയി നന്നായി ഒന്ന് പ്രാർത്ഥിക്കും മോളെ. മാനുഷിക പ്രയത്നങ്ങൾക്ക് ദൈവസഹായം കൂടി വേണമെന്നല്ലേ പറയാം. നീ പോയി ശ്രീകരന്റെ പേരില് അർച്ചനയെ പൂജ എന്താന്ന് വെച്ചാ ചെയ്യും മോളെ. ഭാര്യയാകാൻ പോകുന്നവള് പൂജകള് ചെയ്ത താലി കെട്ടാൻ പോകുന്ന ആൾക്ക് നല്ലത് വരുമെന്നാണ്. ഈ കാര്യങ്ങളൊന്നും നിനക്ക് അറിയാത്തതല്ലോ മോളെ. ആ അതെ അതെ, എനിക്ക് നന്നായിട്ട് അറിയാം. ഈശ്വര, എന്റെ മോനെ കാത്തോളണേ ദൈവമേ. മോളെ നിഹാരിക, മോളൊന്ന് വേഗം ചെല്ല്. ശരി അമ്മ. ഇതിന് തീരെ വെളിവില്ലേ ദൈവം മനുഷ്യരെ രക്ഷിക്കുമെന്ന്. സയൻസ് ഇത്രയൊക്കെ ഡെവലപ്പ് ആയാലും സെന്റിമെന്റ്സ് മാത്രം പോയില്ല. പോയി കളയാം. ചിലപ്പോ ഇവര് തിരുമേനയെ വിളിച്ച് ചോദിച്ചു കളയും. എന്തായാലും നല്ല കിടിലൻ സിനിമ. സിനിമയേക്കാൾ കൂടുതലായിരുന്നു നിങ്ങളുടെ ഒച്ചയും ബഹളവും. നമ്മുടെ ഹീറോയുടെ പടത്തിന് പോകുമ്പോ എങ്ങനെ നമ്മൾ ബഹളം ഉണ്ടാക്കാതിരിക്കും വസന്ത? ഇതെങ്ങാനും ഞങ്ങളുടെ നാട്ടിലായിരുന്നെങ്കിലേ സ്ക്രീനിലേക്ക് ഞങ്ങൾ കളർ പേപ്പർ വാരി അറിയില്ലായിരുന്നോ? ചിക്ക് 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 ചെയ്യാന്ന്. പുറത്തൊക്കെ പോകുമ്പോ കുറച്ച് ഡീസന്റ് ആയിട്ട് പെരുമാറിയാ. അതച്ഛൻ ഒരിക്കലും കഴിയില്ല. ഇത് നമ്മുടെ വീട് തന്നെയാണോ? ഇത്ര സൈലന്റ് ആയപ്പോ നിനക്കും ഡൗട്ട് തോന്നിയല്ലേ? എലിയെ തിരഞ്ഞ് പൂച്ച നടക്കുന്ന പോലെ നിഹാരികയെ തിരഞ്ഞ് ആവനി നടന്നുകൊണ്ടേയിരിക്കും. ആവനിയിൽ നിന്ന് രക്ഷപ്പെട്ട് നിഹാരിക ഈ വീട് മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കും. എന്നിട്ടിപ്പോ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. നമ്മള് പുറത്തു പോയതുപോലെ എല്ലാരും പുറത്തുപോയി കാണും. നിഹാരിക, നിഹാരിക, അമ്മേ, അച്ഛാ, ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കാലൊച്ച കേൾക്കുമ്പോ തന്നെ എല്ലാരും വന്നേനെ. എല്ലാവരും ഒരുമിച്ച് പോയതാകോ അതോ ഓരോരുത്തരും അവരവരുടെ ആവശ്യത്തിന് വേറെ വേറെ പോയതായിരിക്കോ? അവരുടെ തലയ്ക്ക് നെല്ലിക്കത്തളം വെക്കണം. അല്ലെങ്കിൽ ഈ സെന്റിമെന്റ്സ് ഒക്കെ എന്തിനാ? അബദ്ധത്തില് വീണ് പോയതായിരിക്കുന്ന തോന്നുന്നു. എക്സ്ക്യൂസ് മീ. പറഞ്ഞോളൂ. നിങ്ങളുടെ താലി എങ്ങാനും മിസ്സായോ?
ഇല്ലല്ലോ, ഇതാ ഇവിടെ ഉണ്ടല്ലോ. എക്സ്ക്യൂസ് മീ, നിങ്ങൾ എന്താ അന്വേഷിക്കുന്നത്? നിങ്ങളുടെ താലി എങ്ങാനും കളഞ്ഞു പോയോ? അതൊന്നും അല്ല മോളെ, എന്റെ സാരി തലപ്പി കെട്ടിയ പണം കളഞ്ഞുപോയി. അത് തിരക്കി നടക്ക. പിന്നെ ഇത് ആരുടെ ആയിരിക്കും? ഉടനെ തന്നെ ശ്രീകരേട്ടൻ എന്റെ കഴുത്തിൽ ഇതുപോലൊരു താലി കെട്ടാൻ പോവാം. അതോടെ പിന്നീട് എന്ന് ഞാൻ അദ്ദേഹത്തിന് സ്വന്തം, അദ്ദേഹം എന്റെ മാത്രം. ഇത് എന്റെ കയ്യിലുള്ളപ്പോ എനിക്കെന്തോ സംഭവിക്കുന്നത് പോലെ. ഇതെന്താ എന്റെ ഹൃദയം ഇങ്ങനെ വേഗത്തിൽ മിടിച്ചുകൊണ്ടിരിക്കുന്നേ? ഇത് ഞാനും തമ്മിലുള്ള ബന്ധം എന്താ? ഇത് എന്താ എനിക്ക് തന്നെ കിട്ടിയത്? ഉള്ളിലാകെ പുകഞ്ഞ നെഞ്ചിൽ എന്തോ പോലെയുണ്ട്. കൊണ്ടുപോയി തിരുമേനിയെ തന്നെ ഏൽപ്പിക്കാം. തിരുമേനി, എന്താ മോളെ? ആരുടെയോ താലി വീണു പോയെന്ന് തോന്നുന്നു. എനിക്കിത് കിട്ടി. ആരെങ്കിലും വന്ന് ചോദിച്ചാ കൊടുത്തേക്കണേ. നിനക്കത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് നഷ്ടപ്പെട്ടവർക്ക് നിനക്കും ഇടയിൽ എന്തെങ്കിലും ഒരു പരിചയം അല്ലെങ്കിൽ ഒരു ബന്ധം ഉറപ്പായിട്ടും കാണും മോളെ. ഇത്ര പവിത്രമായതൊന്നും വെറുതെ ലഭിക്കില്ല. എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല. എന്തോ ജന്മബന്ധങ്ങള്, കർമ്മബന്ധങ്ങൾ എന്നൊക്കെ നിങ്ങളൊക്കെ പറയുമെങ്കിലും എനിക്ക് ഈ വിധ കാര്യങ്ങളിലൊന്നും വലിയ അഭിപ്രായമില്ല. നീ വിശ്വസിക്കാത്തത് കൊണ്ട് മാത്രം ധർമ്മവും ശാസ്ത്രവും ഒന്നും വെറുതെ ആവില്ലല്ലോ മോളെ, അസത്യമാവില്ലല്ലോ മോളെ. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വിശ്വാസങ്ങള്. നീ തന്ന ഈ താലി ഒരു സ്ത്രീയുടെ നെറ്റിയിലെ സിന്ദൂരം സംരക്ഷിക്കുന്നത് പോലെ എനിക്ക് തോന്നിയത്. അയ്യോ, അത് പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വന്നത്. എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് ജീവനൊരു അപകടം പറ്റിക്കിടക്കുക. അദ്ദേഹം ഒരു കുഴപ്പമില്ലാതെ രക്ഷപ്പെടാൻ വേണ്ടി എന്ത് പൂജയാ സ്വാമി ചെയ്യേണ്ടത്? ഇതിലൊന്നും വിശ്വാസമില്ലെന്ന മോളിപ്പോഴല്ലേ പറഞ്ഞത്. ഫോർമാലിറ്റിക്കെങ്കിലും ഇതെല്ലാം ഒന്ന് ചെയ്തൂടെ? അവള് നീയും തമ്മിൽ എന്തൊരു വ്യത്യാസം മോളെ. ആരെക്കുറിച്ച് ഈ പറയുന്നത്? നേരത്തെ ഒരു പെൺകുട്ടി വന്ന് അവളുടെ ഭർത്താവിന്റെ ജീവൻ അപകടത്തിലാന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പരിഹാരവും പറഞ്ഞു കൊടുത്തു. അവളെ കർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. എവിടെ? അതാ ആ കുട്ടിയെ കണ്ട് പഠിച്ചോ. കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. തിരുമേനി പിന്നെ അങ്ങനെ പറഞ്ഞത് എന്താ? അവിടെ അപകടത്തിൽ കിടക്കുന്നത് എന്റെ ഭാവി ഭർത്താവ് ശ്രീകരേട്ടനാണ്. അപ്പോ ആവനിയുടെ ഭർത്താവ് അപകടത്തിലാണെന്ന് പറഞ്ഞതോ? ഞാൻ എന്തൊക്കെയാ കാണുന്നത്? ശരിക്കും എന്താ സംഭവിക്കുന്നത്? ഓ, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്.
തിരുമേനി, നിങ്ങൾ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തു. വളരെ നിഷ്ഠയോടെ പൂജകൾ പൂർത്തിയാക്കി മോളെ. നിന്റെ ഭർത്താവ് ഉറപ്പായും രക്ഷപ്പെടും. നേരത്തെ ഉണ്ടായ ടെൻഷനില് ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. എന്താ മോളെ? അമ്പലത്തിൽ വെച്ച് ഞാൻ തല കറങ്ങി വീണ ശേഷം തൊട്ട് എന്റെ താലി കാണുന്നില്ല തിരുമേനി, എന്റെ താലി കാണുന്നില്ല തിരുമേനി, എന്റെ താലി കാണുന്നില്ല തിരുമേനി. അത് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ എന്റെ ഭർത്താവ് ശ്രീകർ പിന്നെ ജീവിച്ചിരിക്കുമെന്നുള്ള വിശ്വാസം എനിക്ക് വരുന്നില്ല തിരുമേനി. ആ താലി എനിക്ക് വേണം തിരുമേനി. ഒരു നിമിഷം. ഇതാണോ മോളെ താലി? ഇതത് തന്നെ തിരുമേനി. മൈ ഗോഡ്, എവിടെ വെച്ച കിട്ടിയത്? എനിക്ക് കിട്ടിയതല്ല മോളെ, അമ്പലത്തിൽ വന്നൊരു പെൺകുട്ടിക്ക് കിട്ടിയതാ. ആരാണെന്നൊന്ന് കാണിച്ചു തരൂ, പോയി താങ്ക്സ് പറഞ്ഞിട്ട് വരാം. ഇവിടെ തന്നെ കാണും മോളെ. ആ കുട്ടിയെ കണ്ട ഞാൻ പറഞ്ഞേക്കാം. ആദ്യം നീ താലി കഴുത്തിലണിയ, പൊട്ടിയ സ്ഥലത്തൊരു നൂലുകൊണ്ട് കെട്ടിടണം. ആ കെട്ടിന് ദൈവത്തിന്റെ സംരക്ഷണമാണ്. ശരി തിരുമേനി. സ്വാമി, ഞാൻ എത്ര തിരഞ്ഞിട്ടും എനിക്ക് താലി കിട്ടിയില്ല. പക്ഷെ ആ കുട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി വലിയ സഹായം ചെയ്ത് ആ കുട്ടി എനിക്ക് തിരിച്ചു തന്നത് ഈ താലി മാത്രമല്ല, എന്റെ ഭർത്താവിന്റെ ജീവൻ കൂടിയാണ്. ഇനി എന്റെ ശ്രീകരേട്ടന് ഒരപകടം ഉണ്ടാവില്ല. എന്റെ ഭർത്താവ് മരണത്തെ അതിജീവിക്കും. എന്നാ ഞാൻ ഇറങ്ങിട്ടെ തിരുമേനി. ശരി മോളെ. താലി തിരികെ തന്ന പെൺകുട്ടിയെ എനിക്കൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമം എന്റെ മനസ്സിൽ തന്നെ ഉണ്ട് തിരുമേനി. ഈ നിമിഷം അവൾ മുന്നിൽ വന്നില്ലെങ്കിൽ എന്നെങ്കിലും ഒരു ദിവസം ഉറപ്പായി മുന്നിൽ വരും. വിധിയതാണെങ്കിൽ ആർക്കും മാറ്റാൻ കഴിയില്ലല്ലോ.
പോയി വരാം സ്വാമി. ശരി മോളെ, ശുഭമായിരിക്കട്ടെ. എന്റെ ഭാവി ഭർത്താവ് എന്നേക്കാൾ മുന്നേ അവനുടെ കഴുത്തി താലി കെട്ടി ആ താലി മിസ്സായപ്പോ എന്റെ കൈ കൊണ്ടെടുത്ത് കൊടുത്തെന്നോ? അതായത് ഇപ്പോ അവനുടെ കഴുത്തിൽ ആ താലി തിരിച്ചെത്തിയ കാരണം കൊണ്ട് ശ്രീകരേട്ടൻ രക്ഷപ്പെടുവോ? ഡോക്ടർ ഡോക്ടർ ഡോക്ടർ, ഞങ്ങളുടെ ശ്രീകരന് ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുൻപ് 1% പോലും ഞങ്ങൾക്ക് വിശ്വാസമില്ലായിരുന്നു. അങ്ങനെ ഒരു കണ്ടീഷനിലായിരുന്നു. ബട്ട് ഇപ്പോ ഓപ്പറേഷൻ സക്സസ് ആയിട്ടുണ്ട്. അവനിപ്പോ ഔട്ട് ഓഫ് ഡേഞ്ചർ ആണ്. വലിയ ഭാഗ്യം ചെയ്തവനാ. പുനർജന്മമാണ് അവന്റെ. കുറച്ചുകൂടി കഴിഞ്ഞ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. താങ്ക് യു ഡോക്ടർ. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് ഓക്കെ ഡോക്ടർ. എന്റെ ഈശ്വരൻ, എന്റെ മോനെ നീ രക്ഷിച്ചു. അങ്ങേക്കൊരു കോടി പ്രണാമം ഭഗവാനെ. ഏട്ടാ, നീ ആരെയും അമ്പലത്തിൽ ചെയ്ത പൂജകളുടെ ഫലം കൊണ്ടാ നമ്മുടെ ശ്രീകർ ഇപ്പൊ ജീവനോടെ ഇരിക്കുന്നത്. എനിക്ക് എൻഗേജ്മെന്റ് ചെയ്യാൻ ഇഷ്ടമല്ല അമ്മേ. നിഹാരിക എനിക്ക് ഇഷ്ടമല്ല അമ്മേ. ഇവളാ എന്റെ ഭാവി ഭാര്യ. അവനെ ട്രാപ്പ് ചെയ്യുമ്പോ ശ്രീകരേട്ടൻ അട്രാക്റ്റ് ആവാണെന്നാ ഞാൻ കരുതിയത്. രണ്ടാളുടെ കല്യാണം നേരത്തെ കഴിഞ്ഞതാണെന്ന കാര്യം സ്വപ്നത്തിൽ പോലും എനിക്ക് ഊഹിക്കാൻ പറ്റിയില്ല. അപ്പൊ ശ്രീകരനെ എനിക്ക് ഒരിക്കലും കിട്ടാതിരിക്കാൻ വേണ്ടി തന്നെയാ വലിയ പ്ലാനുമായിട്ട് വീട്ടിലേക്ക് കയറി വന്നതെന്ന സാരം. ശ്രീകരേട്ടൻ ഒരുവിധം ഓക്കെ ആയാൽ ഉടനെ തന്നെ വീട്ടിലൊരു മീറ്റിംഗ് വെക്കണം. അവനിയെ പറഞ്ഞയക്കാനുള്ള സുവർണാവസരം ലഭിച്ചത് കൊണ്ട് അത് ഉപയോഗിക്കണം. പ്രതീക്ഷിക്കാത്ത അടിയടിച്ച് അവളെ പുറത്താക്കണം. എന്റെ ശ്രീകരനെ ഒരിക്കലും ആന്റി ആന്റി അവനെ ശ്രീകരേട്ടൻ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. ഡോക്ടർ എന്ത് പറഞ്ഞു? ശ്രീകർ സാറിന് ഇപ്പൊ എങ്ങനെയുണ്ട്? ഓപ്പറേഷൻ കഴിഞ്ഞു മോളെ. അവനിപ്പോ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ശ്രീകരനെ നമുക്ക് കിട്ടി മോളെ. ഇപ്പൊ പോയി കാണാൻ പറ്റുമോ? ഇപ്പൊ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്തോളൂ മോളെ. ഇനിയും അലോ ചെയ്തിട്ടില്ല. കുറച്ചു കഴിഞ്ഞാൽ അവർ സമ്മതിക്കും. പുറത്തു നിന്ന് വേണമെങ്കിൽ കാണാം മോളെ.
അമ്മേ അമ്മേ അമ്മ പറഞ്ഞതുപോലെ എന്റെ ഭാവി ഭർത്താവിന് വേണ്ടി അമ്പലത്തിൽ പോയി അർച്ചനകളും പൂജകളും ഒക്കെ കഴിപ്പിച്ചു.